നമസ്കാരം 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘം പ്രധാനമന്ത്രിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തിന്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിക്കൽ, മഴക്കെടുതിയിൽ കേന്ദ്ര സഹായം, കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി എന്നീ വിഷയങ്ങൾ സർവകക്ഷി സംഘം ഡൽഹിയിൽ ഉന്നയിക്കും. ആർ രാകേഷ് ചേരുന്നു. ഡൽഹിയിൽ നിന്ന് രാകേഷ്, കൂടിക്കാഴ്ചയിൽ കേരളത്തിന് എന്തെങ്കിലും സഹായങ്ങൾ പ്രതീക്ഷിക്കാമോ? എന്താണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സംഘം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ ജി സുധാകരൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, മന്ത്രി പി തിലോത്തമൻ എന്നിവരും നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ അംഗങ്ങളും ഈ സർവകക്ഷി സംഘത്തിലുണ്ട്. 11:15 പാർലമെന്റ് മന്ദിരത്തിൽ വെച്ചാണ് കൂടിക്കാഴ്ച. നേരത്തെ റേഷൻ വിഹിതവുമായി ബന്ധപ്പെട്ട് റേഷൻ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 തവണ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നേടിയിരുന്നെങ്കിലും അന്ന് നിഷേധിക്കുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ഏതായാലും കൂടിക്കാഴ്ചയ്ക്ക് പ്രധാനമന്ത്രി സമയം നൽകിയിരിക്കുന്നത്. നിലവിൽ കേരളത്തിന്റെ റേഷൻ വിഹിതം 14 ലക്ഷം ടണ്ണാണ്. അത് 22 ലക്ഷം ടണ്ണാക്കണമെന്ന ആവശ്യം കേരളം മുന്നോട്ട് വയ്ക്കും. ഓരോ കാർഡ് ഉടമകൾക്കും 5 കിലോ ധാന്യം പ്രതിമാസം നൽകുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാനം പറയുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കേരളത്തിലെ കാലവർഷക്കെടുതിയാണ്. ഇതിൽ കേന്ദ്ര സഹായം വേണം. കേന്ദ്ര സംഘത്തെ അയക്കണം. നിലവിലെ നഷ്ടങ്ങൾ വിലയിരുത്താനും സഹായം നൽകാനുമായി കേന്ദ്ര സംഘത്തെ അടിയന്തരമായി അയക്കണമെന്ന ആവശ്യമായിരിക്കും സംസ്ഥാനം ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുക. ഇന്നലെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന് അയച്ച കത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, കേരളത്തിലെ പ്രതിരോധ യൂണിറ്റുകൾക്ക് ആവശ്യമായ ബോട്ടുകളോ മറ്റു ഉപകരണങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കണം. ഒരു ഹെലികോപ്റ്ററിന്റെ സേവനം അടിയന്തരമായി ലഭ്യമാക്കണമെന്ന ആവശ്യം ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയും ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ്. കാരണം കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഇതിനോടകം തന്നെ തൽക്കാലം നടപ്പാക്കാൻ ഉദ്ദേശിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പാർലമെന്റിൽ രേഖാമൂലമുള്ള മറുപടി MP രാജേഷ് MPക്കും സമ്പത്തിനും റെയിൽവേ സഹമന്ത്രി നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഉപേക്ഷിക്കരുത് എന്ന ആവശ്യവും സ്ഥലം ഏറ്റെടുത്ത് അടക്കമുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഇതിനു പുറമെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശബരി പാതയുമായി ബന്ധപ്പെട്ട വിഷയം, ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങളും ഈ സംഘം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഏതായാലും എന്ത് തീരുമാനമായിരിക്കും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയെന്ന് വ്യക്തമല്ല. ഏതായാലും 11:15 പാർലമെന്റ് മന്ദിരത്തിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി രാകേഷ്. പെരുമ്പാവൂരിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് 5 പേർ മരിച്ചു. കാർ യാത്രികരായ ഇടുക്കി ഏലപ്പാറ സ്വദേശികളാണ് മരിച്ചത്. പരിക്കേറ്റ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. പെരുമ്പാവൂർ കാലർ റൂട്ടിലെ കാരിക്കോട് എന്ന സ്ഥലത്ത് വെച്ച് ഇന്ന് പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. ആന്ധ്രയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടുക്കി ഏലപ്പാറ സ്വദേശികളായ ജെറിൻ, ഉണ്ണി, വിജയ്, കിരൺ, ജനീഷ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ച ജെറിന്റെ സഹോദരൻ ജീവനെ ഗൾഫിലേക്ക് യാത്രയാക്കാൻ വിമാനത്താവളത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. 7 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇതിൽ 5 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തടിലോറിയെ മറികടന്നെത്തിയ കാർ ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ബസ്സും കാറും അമിത വേഗത്തിലായിരുന്നുവെന്ന് പോലീസ് നിഗമനം. കാർ പൂർണ്ണമായും ബസ്സിനുള്ളിലേക്ക് ഇടിച്ചു കയറി. കാർ വെട്ടിപ്പൊളിച്ചാണ് ആളുകളെ പുറത്തെടുത്തത്. ന്യൂസ് 18 കൊച്ചി. മഴക്കെടുതിക്ക് ശമനം. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. വെള്ളപ്പൊക്കത്തെ തുടർന്ന് കോട്ടയം ജില്ലയിൽ ദേശീയ ദുരന്ത നിവാരണ സേനയും ജില്ലാ ഭരണകൂടവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തും. ഇന്നും നാളെയും നടത്താനിരുന്ന മുഴുവൻ പരീക്ഷകളും MG സർവകലാശാല മാറ്റിവെച്ചു. മഴ ശമിച്ചതോടെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഞായറാഴ്ച വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. കൊച്ചിയിൽ നിന്ന് വിനീതയും കോഴിക്കോട്ട് നിന്ന് വിനേഷ് കുമാറും ചേരുന്നു. ഒപ്പം ശ്രീജിത്തും കോട്ടയത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആദ്യം വിനീതയിലേക്ക് പോയാൽ, വിനീത, കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെയൊക്കെ അവിടെ കനത്ത മഴയായിരുന്നല്ലോ. തീവണ്ടി ഗതാഗതം അടക്കം തടസ്സം നേരിട്ട സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് അത്തരം എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? രഞ്ജിത്തെ, രാവിലെ മഴ നല്ല രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്ക് മഴയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ചാറ്റൽ മഴയിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം ഇന്നലെ നഗരത്തിലുണ്ടായിരുന്ന വലിയ തോതിലുള്ള വെള്ളക്കെട്ടിനൊക്കെ ഒരു ശമനം വന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതേസമയം ഉൾപ്രദേശങ്ങളിലും ഇട റോഡുകളിലെല്ലാം ഇപ്പോഴും വെള്ളക്കെട്ട് തന്നെയാണുള്ളത്. ഈ വെള്ളക്കെട്ട് ഏതാണ്ട് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അത്തരം വെള്ളക്കെട്ടുകൾക്ക് ശമനം ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് നിലവിൽ ട്രെയിൻ ഗതാഗതത്തെയും അത്തരത്തിലുള്ള യാത്രാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതേസമയം 59 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. മഴ കുറഞ്ഞ സാഹചര്യം കണക്കിലെടുത്ത്
കണക്കിലെടുത്തുകൊണ്ട് ഇവരെ പലരെയും വീടുകളിലേക്ക് പറഞ്ഞു വിടുന്നതിനുള്ളൊരു മുന്നൊരുക്കമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മഴ കുറഞ്ഞൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തനം ഉണ്ടായിരിക്കും. അതേസമയം ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകണോ എന്ന കാര്യം ആ സ്കൂളുകാർ തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. അതേസമയം ചെല്ലാനം പോലുള്ള തീരദേശ മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അത് ഇത്തരത്തിൽ ഇനി വരും ദിവസങ്ങളിൽ കൂടി, അതായത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം 2 ദിവസം കൂടി മഴ ശക്തമായി പെയ്യും എന്നുള്ളൊരു സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. ആ ഒരു നിർദ്ദേശപ്രകാരം തന്നെ തീരദേശ മേഖലയിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നഗരത്തിലേക്ക് എത്തുമ്പോൾ വലിയ വെള്ളക്കെട്ടോ അത്തരത്തിലുള്ള യാത്രാ അസൗകര്യങ്ങളോ ഒന്നും തന്നെ ഇന്നില്ല. ഇടറോഡുകളിലും അത്തരത്തിലുള്ള താഴ്ന്ന പ്രദേശങ്ങളുമൊക്കെ എന്നാൽ ഇപ്പോഴും വെള്ളത്തിനടിയിലാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇത് തുടർ ദിവസങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ ആ ഒരു ശമനം ഉണ്ടാകൂ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇടുക്കിയിൽ നോക്കുമ്പോൾ ഇടുക്കിയിലെ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മലയോര പ്രദേശങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളതായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എറണാകുളത്ത് രാവിലെ മഴ ഉണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്ക് മഴയ്ക്കൊരു ശമനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ചാറ്റൽ മഴയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതേസമയം കനത്ത മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് എല്ലാ മുന്നൊരുക്കങ്ങളും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വിനീതയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാരും ചേരുന്നു. വിനേഷ്, വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ മാറി നിൽക്കുകയായിരുന്നു. വലിയ തോതിൽ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് എങ്ങനെയാണ് സ്ഥിതി? ഇന്നും മഴ ഇല്ലാത്ത രീതിയാണോ വിവിധ ജില്ലകളിൽ വടക്കൻ കേരളത്തിലെ? രഞ്ജിത്ത്, ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കനത്ത മഴ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത്തരത്തിലുള്ള വെള്ളക്കെട്ടിൻ്റെ ദുരിതങ്ങളോ ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ഒരു 3-4 ദിവസമായി കോഴിക്കോട്, അതുപോലെ തന്നെ കണ്ണൂർ, മലപ്പുറം, വയനാട് ജില്ലകളിലൊന്നും കാര്യമായ മഴയൊന്നുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികളിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട 2-3 വലിയ കനത്ത മഴകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. അല്ലാതെ തുടർച്ചയായി മഴ പെയ്യുന്നില്ല. ഒപ്പം തന്നെ വയനാടായിരുന്നു വടക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴക്കെടുതി നേരിട്ട ജില്ല. ഇവിടെ ഇപ്പോൾ ഏറെക്കുറെ ശാന്തമാണ്. കാരണം ഇവിടെ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഇപ്പോഴും ചില ആളുകളെല്ലാം തന്നെ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഭീഷണി ഉയർത്തുന്നത് ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ പകുതിയോളം തുറന്നിരുന്നു. ഇതിൽ കുറേ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറുകയും കുറേ പ്രദേശങ്ങൾ വെള്ളത്തിലാവുകയും ചെയ്തിരുന്നു. ഈ മഴ തുടരുന്ന പക്ഷം ഇത് വീണ്ടും തുറക്കേണ്ടി വരും. 2 ഷട്ടറെങ്കിലും തുറക്കേണ്ടി വരും. ഇങ്ങനെ വന്നാൽ ഇതിന്റെ പ്രദേശങ്ങളിലുള്ള ആളുകൾ വലിയ ഭീഷണി നേരിടും. സാധാരണ നിലയിൽ ഉണ്ടാവാറുണ്ട്. സാധാരണ വെള്ളത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങാറാണ് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ. മറ്റ് ജില്ലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിൽ ഇന്നലെ 4 പേർ മരിച്ചിരുന്നു. വെള്ളക്കെട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ വീണും പിന്നെ പുല്ലരിയാൻ പോയ ഒരു സ്ത്രീ വെള്ളത്തിൽ ഒഴുകിപ്പോയി ഉൾപ്പെടെയുള്ള സംഭവത്തിലാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇവിടെയും ചില സ്ഥലങ്ങളിലെല്ലാം തന്നെ മരവും മറ്റും കടപുഴകിയും ഇലക്ട്രിക് പോസ്റ്റിലേക്കും മറ്റും വീണ് വൈദ്യുതി നിലച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ മലയോര മേഖലയിൽ ചില ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗതത്തെയും ബാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും സമാനമായ അവസ്ഥ തന്നെയാണുള്ളത്. വയനാടും മലപ്പുറവും എല്ലാം ഇത്തരത്തിലേ ഉള്ളൂ. പക്ഷേ വലിയ മഴകളും വലിയൊരു മഴക്കെടുതിയൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. രഞ്ജിത്ത്, വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്തും ചേരുന്നു. ശ്രീജിത്ത്, മഴക്കെടുതി ഏറ്റവും രൂക്ഷമായ ഒരു സ്ഥലമാണ് കോട്ടയം. വെള്ളക്കെട്ട് പല സ്ഥലങ്ങളിലും തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ജനജീവിതം സാധാരണ നിലയിലെത്താൻ ഇനി കോട്ടയത്ത് എത്ര ദിവസമെടുക്കും? കോട്ടയത്ത് വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ പെയ്തിട്ടില്ല. ഇടയ്ക്കിടെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കോഡൂരാറിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇപ്പോഴും കര കവിഞ്ഞൊഴുകുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ജലനിരപ്പിനേക്കാൾ വളരെ താണ നിലയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയൊക്കെ തന്നെ വെള്ളക്കെട്ട് സ്ഥിരമായി ഇടയ്ക്കിടെ ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ നദികളിലെ ജലനിരപ്പ് കുറയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ മീനച്ചിലാറ്റിലും മറ്റും ഇപ്പോഴും ജലനിരപ്പ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ കുറയാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റ് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഏതാണ്ട് വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ്
എടുത്തു പറയേണ്ട ഒരു കാര്യം. ജില്ലയിൽ ഇന്നും ദുരന്ത നിവാരണ സേനയും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടവും ആവശ്യമായ സ്ഥലങ്ങളിലെല്ലാം വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ എത്തിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്തവർക്ക് അതിനുള്ള ക്രമീകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ കോട്ടയം വൈക്കം താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG സർവകലാശാല ഇന്നും നാളെയും നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിനുകളുടെ വേഗത കുറച്ചുള്ള ഓട്ടമാണ് ഇപ്പോഴും നടക്കുന്നത്. കഴിഞ്ഞ 2 ദിവസവും സമയക്രമം താളം തെറ്റിയതുകൊണ്ട് തന്നെ ഇന്നും അത് ഏതാണ്ട് പല ട്രെയിനുകൾക്കും തുടരുന്നുണ്ട് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ട്രെയിനുകൾ റദ്ദാക്കിയിട്ടില്ല. എന്തായാലും മഴ കാര്യമായി പെയ്യാത്തത് കിഴക്കൻ മേഖലയിലും ഇന്നലെ മുതൽ തന്നെ കാര്യമായ മഴ പെയ്തിട്ടില്ല. അത് വലിയ ആശ്വാസമായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ളത് വെള്ളം ഇറങ്ങുമ്പോഴുള്ള അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ വിവരങ്ങളുമായി ചേർന്നത്. മറ്റു പ്രധാന വാർത്തയിലേക്ക്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പ്രധാന അജണ്ട. മുന്നണി വിപുലീകരണവും മന്ത്രിസഭാ പുനഃസംഘടനയും ചർച്ചയിലേക്കും. VV അരുൺ ചേരുന്നു. അരുൺ, മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും അത്തരത്തിൽ ഒരു ആലോചന ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? മറ്റെന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും യോഗത്തിൽ ചർച്ചയ്ക്ക് വരും? രഞ്ജിത്ത്, മന്ത്രിസഭാ പുനഃസംഘടന ഈ യോഗത്തിലുണ്ടാകില്ലെന്നാണ് ഇന്നലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗം ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പേ മന്ത്രിസഭയ്ക്ക് ഒരു പുതിയ മുഖച്ഛായ നൽകണം. ചില വകുപ്പുകളെയും ചില മന്ത്രിമാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് പാർട്ടിയിലും ജനങ്ങൾക്കുമിടയിൽ അത്ര മതിപ്പല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഒന്ന് പുനഃസംഘടിപ്പിക്കണമെന്ന അഭിപ്രായമാണ് CPMൽ ഉയർന്നു വന്നത്. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ ആ കാര്യം ചർച്ചയാകുമെന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും. അതൊരു പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നോടിയായി തന്നെയാകും ഉണ്ടാകുക. ഉടനടി ഒരു പുനഃസംഘടന ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി ഇന്ന് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിലും ഉണ്ടാവുക. CPM ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന അല്ലെങ്കിൽ CPMന് പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനമായി കേരളം മാറുന്നു. ബംഗാളിൽ പാർട്ടി വളരെ ദുർബലമാണ്. ത്രിപുരയിലും ശക്തരായ എതിരാളികളായി BJP രംഗത്ത് വന്നു കഴിഞ്ഞു. ഭരണം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ പാർട്ടിക്കും മുന്നണിക്കും ഉറപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ പോലും CPM നയിക്കാൻ പ്രാപ്തമായ മുഖങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴുള്ള മുഹമ്മദ് സലീം അല്ലെങ്കിൽ P കരുണാകരൻ പോലുള്ള നേതാക്കൾ അടുത്ത ഒരു സെഷനിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ പുതിയ നേതൃത്വത്തെ പാർലമെന്റിൽ CPM നയിക്കാൻ തക്ക കഴിവുള്ള നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പേരുകൾ CPM പരിഗണിക്കുന്നു. അദ്ദേഹം പൂർണ്ണമായും ഈ ഒരു തീരുമാനത്തോട് യോജിപ്പല്ല പ്രകടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിലെ അതൃപ്തി നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അത്തരം പേരുകൾ CPM പരിഗണിക്കും. പരമാവധി സീറ്റുകൾ ജയിക്കുക എന്ന അതിനുള്ള നടപടികൾ CPM സ്വീകരിക്കും. മലപ്പുറം പോലെ പൊന്നാനി പോലുള്ള മണ്ഡലങ്ങളിൽ പൊതു സ്വാതന്ത്ര്യം നിർത്തി പൊതുസമ്മതം നിർത്തി ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്നതിനെപ്പറ്റി നേരത്തെ തന്നെ CPM ആലോചന തുടങ്ങി. ഇത്തരത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഏറ്റവും അധികം പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അഭിമന്യു കൊലപാതകത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ. SDPയെ പ്രതിരോധിക്കാൻ കഴിയുന്നത്ര നടപടികൾ സ്വീകരിക്കുന്ന ആവശ്യം പാർട്ടി ശക്തമാണ്. അതിനുള്ള നടപടികൾ പാർട്ടി ചർച്ച ചെയ്യും. മറ്റൊരു വിവാദ വിഷയം പാർട്ടിക്ക് മുന്നിലുള്ളത് രാമായണ മാസാചരണവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. രാമായണ മാസം ആ രീതിയിൽ ആചരിക്കില്ലെന്ന് CPM നേതൃത്വം അവകാശപ്പെടുന്നുണ്ടെങ്കിലും നാളെ എറണാകുളം ജില്ലയിൽ സംസ്കൃത സംഘത്തിൻ്റെ ഉദ്ഘാടനമാണ്. സംസ്ഥാനതല ഉദ്ഘാടനം 25-ന് തിരുവനന്തപുരത്ത് നടക്കും. അത് കൃത്യമായി വിശദീകരിക്കാൻ പാർട്ടി നിർബന്ധമായി തീരും. ഏത് തരത്തിലാണ് രാമായണ മാസാചരണം അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തെ പാർട്ടി കാണുന്നത്, രാമായണത്തെ എത്തരത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന പാർട്ടിക്ക് കൃത്യമായ നിലപാടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ചർച്ചകൾ കൂടി ഇന്നും നാളെയും മറ്റന്നാളും നടക്കുന്ന യോഗങ്ങളുണ്ടാകും. ഏതായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം തന്നെയാണ് പ്രധാന അജണ്ട. 10 മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടറി യോഗം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന യോഗത്തിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹം ഡൽഹിയിൽ സർവകക്ഷി സംഘത്തിനൊപ്പമാണുള്ളത്. ശരി അരുൺ. താരസംഘടനയായ അമ്മയുടെ യോഗം അടുത്ത മാസം 7-ന് ചേരും. WCC അംഗങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. കൊച്ചിയിൽ നിന്ന് ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഈ 7-ാം തീയതി ചേരുന്ന യോഗത്തിലേക്ക് WCC അംഗങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരം? WCC അംഗങ്ങളെ മുഴുവൻ പേരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. നേരത്തെ ദിലീപിനെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് 3 നടിമാർ, അതായത് പാർവതി, പത്മപ്രിയ, രേവതി എന്നിവർ അമ്മയ്ക്ക് കത്ത് നൽകിയിരുന്നു. WCCയുടെ പേരിലാണ് ഇവർ കത്ത് നൽകിയത്. എന്നാൽ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഈ 3 നടിമാരുമായി ഒരു ചർച്ചയ്ക്കാണ് അമ്മ തയ്യാറാകുന്നത്.
ഇതിനുവേണ്ടി ഒരു നിർവാഹക സമിതി യോഗമാണ് വിളിക്കുന്നത്. WCCയുമായി അല്ല ചർച്ചയെന്ന് അമ്മ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. കത്ത് നൽകിയ അമ്മയിലെ 3 അംഗങ്ങളുമായി മാത്രമാണ് ചർച്ച നടക്കുന്നത്. നേരത്തെ ദിലീപിനെ തിരിച്ചെടുക്കാൻ അമ്മ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമുണ്ടായപ്പോൾ ഇതിനെ അപലപിച്ചുകൊണ്ട് ആണ് ഇവർ 3 പേരും കത്ത് നൽകിയത്. ഒരു നടിക്ക് നേരെ നടന്ന അക്രമത്തെ എല്ലാവരും അപലപിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം ഘടകവിരുദ്ധമായാണ് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടായ തീരുമാനം. അതിനാൽ അമ്മയുടെ യഥാർത്ഥ നിലപാട് അറിയണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവർ 3 പേരും കത്ത് നൽകിയത്. നിലപാടിൽ തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണം എന്നും ഇവർ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതീവ ഗൗരവമുള്ളതും കോടതിയുടെ പരിഗണനയ്ക്കിരിക്കുന്നതുമായ വിഷയം ഈ ചർച്ചയ്ക്കെടുത്തത് ശരിയായില്ല. മാത്രമല്ല ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അംഗങ്ങളുമായി വേണ്ടത്ര ചർച്ച ചെയ്തിരുന്നില്ല. അംഗങ്ങളുടെ അഭിപ്രായ രൂപീകരണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതര സ്വഭാവമുള്ളതാണ്. ഇക്കാര്യങ്ങളിൽ അമ്മയുടെ നിലപാടറിയാനായി ഒരു യോഗം വിളിക്കണം. അത് തങ്ങൾക്ക് സൗകര്യപ്പെട്ട ഒരു ദിവസം വിളിക്കണം എന്നും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇവരുടെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 7-ാം തീയതി യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൊച്ചിയിലായിരിക്കും യോഗം എന്നും അറിയുന്നുണ്ട്. പാർവതി, പത്മപ്രിയ, രേവതി എന്നിവരെ മാത്രമാണ് ഈ യോഗത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. അതേസമയം WCC ഭാരവാഹികളും അമ്മയിൽ നിന്ന് രാജിവെച്ചവരുമായ ഭാവന, രമ്യ നമ്പീശൻ, റിമ കരിങ്കൽ എന്നിവരെ യോഗത്തിന് വിളിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്. ശരി, ശ്രീനാഥ്. അഞ്ചൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന് റൂറൽ SP-യുടെ റിപ്പോർട്ട്. മർദ്ദനമേറ്റ മണിക് റോയിയുടെ മൊഴി രേഖപ്പെടുത്താൻ വൈകി. റൂറൽ SP റിപ്പോർട്ട് IG മനോജ് എബ്രഹാമിന് കൈമാറി. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന വീഴ്ചകൾ എന്തൊക്കെയാണ്? അഞ്ചലിലെ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് കൊല്ലം റൂറൽ SP അശോക് കുമാർ ഇപ്പോൾ IG മനോജ് എബ്രഹാമിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ അഞ്ചൽ പോലീസിന് കേസ് പ്രാഥമികമായി അന്വേഷിച്ച അഞ്ചൽ പോലീസിന് ലോക്കൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് റൂറൽ SP-യുടെ റിപ്പോർട്ട്. ഇതിൽ പ്രധാനമായും പറയുന്നത് 2 കാര്യങ്ങളാണ്. മർദ്ദനമേറ്റ മണിക് റോയി വൈകുന്നേരം 5 മണിക്കാണ് മണിക് റോയിക്ക് മർദ്ദനമേൽക്കുന്നത്. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ പോലീസിൽ പരാതി ലഭിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നത് അർദ്ധരാത്രിയിലാണ്. രാത്രി 11:55-നാണ് മണിക് റോയിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. ഈ മണിക് റോയിയുടെ മൊഴി രേഖപ്പെടുത്താൻ ലോക്കൽ പോലീസിന് വൈകി. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒപ്പം പ്രതികൾ ബൈക്കിലെത്തിയ 2 പ്രതികളാണ് 4 പ്രതികളാണ് മർദ്ദിച്ചത് എന്നാണ് മണിക് റോയിയുടെ മൊഴി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ബൈക്കുകൾ ഇതുവരെയും കണ്ടെടുക്കാൻ, ഏറ്റവും പ്രധാന തെളിവായ ഈ ബൈക്കുകൾ ഇതുവരെയും കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതും വീഴ്ചയാണ് എന്നുമാണ് അശോക് കുമാറിന്റെ കൊല്ലം റൂറൽ SP-യുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് IG മനോജ് എബ്രഹാമിന് റൂറൽ SP കൈമാറുകയും ചെയ്തു. മാത്രമല്ല അഞ്ചൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഇതിൽ 4 പ്രതികളുണ്ട്. നേരത്തെ ബാക്കിയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്ന് CPM അടക്കം വിമർശനം ഉയർത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കൊല്ലം അഞ്ചൽ ലോക്കൽ പോലീസിൽ നിന്ന് അന്വേഷണ ചുമതല പുനലൂർ DYSPക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലം റൂറൽ SP IGക്ക് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ശരി, ശ്യാം. ലൈംഗിക പീഡന കേസിൽ പ്രതികളായ ഓർത്തഡോക്സ് വൈദികരുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. 1-ാം പ്രതി ഫാദർ സോണി വർഗീസ്, 4-ാം പ്രതി ജെയ്സ് കെ ജോർജ് എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇന്നുവരെ വൈദികരുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. വൈദികരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതിനാലും ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതിനാലും ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. യുവതിയുടെ വാദങ്ങൾ മുഖവിലക്കെടുത്താൽ പോലും പീഡനക്കുറ്റം നിലനിൽക്കില്ല എന്നാണ് വൈദികരുടെ വാദം. ജസ്റ്റിസുമാരായ AK സിക്രി, അശോക് ഭൂഷൺ എന്നിവരാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ഇന്ന് വാദം തുടരും. ശബരിമല പൊതുക്ഷേത്രമാണെങ്കിൽ ലിംഗഭേദമന്യേ എല്ലാവർക്കും പ്രവേശനം നൽകേണ്ടതാണ് എന്ന് സുപ്രീം കോടതി ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ആർത്തവത്തിന്റെ പേരിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് ഏകപക്ഷീയമാണ് എന്നും കോടതി പറഞ്ഞിരുന്നു. കേസിലെ അമിക്കസ് ക്യൂറിമാരുടെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും വാദങ്ങളാകും ഇന്ന് കോടതിയിൽ നടക്കുക. അഭിമന്യു വധക്കേസിൽ മുഖ്യപ്രതിയായ മുഹമ്മദിനെയും മറ്റൊരു പ്രതിയായ ഷാജഹാനെയും റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രി വൈകിയാണ് ഇരുവരെയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയത്. മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. രാത്രി മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് പ്രതികളെ ഹാജരാക്കിയത്. 14 ദിവസത്തേക്കാണ് രണ്ടുപേരെയും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തത്. കൊലപാതകം നടത്തിയ സംഘത്തിലെ മുഹമ്മദ് എന്നുപേരുള്ള മറ്റൊരാളെയും കൊലയ്ക്കുപയോഗിച്ച ആയുധവും കണ്ടെടുക്കേണ്ടതുണ്ട്. അറസ്റ്റിലായ മുഖ്യപ്രതി മുഹമ്മദിനെ ചോദ്യം ചെയ്യുന്നതോടെ ഇത് സംബന്ധിച്ച ഉത്തരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷ.
അതേസമയം ഇരുവരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാനുള്ള അപേക്ഷ ഉടൻ സമർപ്പിക്കും. ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ സംസ്ഥാന വ്യാപകമായി തുടരുകയാണ്. പുറമെ നിന്നും ഏത് രീതിയിലുള്ള സഹായമാണ് പ്രതികൾക്ക് ലഭിക്കുന്നതെന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. പ്രതികൾ ഒരുമിച്ചല്ല ഒളിവിൽ പോയതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരു അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ആൾക്കൂട്ട കൊലപാതകമടക്കമുള്ള വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഇന്ന് ആവശ്യപ്പെട്ടേക്കും. സമാജ്വാദി പാർട്ടി അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നലെ തടസ്സപ്പെട്ടിരുന്നു. സർക്കാരിനെതിരെ TDP നൽകിയ അവിശ്വാസ പ്രമേയം ലോക്സഭ നാളെ ചർച്ച ചെയ്യും. പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണച്ചിട്ടുണ്ട്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ പ്രവർത്തനം നിർജീവമെന്ന് ചെയർമാൻ ജസ്റ്റിസ് VK മോഹനൻ. അതോറിറ്റിയുടെ പ്രവർത്തനം സംബന്ധിച്ച ഹൈക്കോടതി ഉത്തരവാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിലെ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ചെയർമാൻ വ്യക്തമാക്കി. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയുടെ നടപടി ചോദ്യം ചെയ്ത് സമർപ്പിക്കപ്പെട്ട ഹർജികളിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ചെയർമാൻ പറയുന്നു. ചെയർമാന് പുറമെ ജില്ലാ ജഡ്ജി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ADGP, IG തുടങ്ങിയവർ ഉൾപ്പെടെ അതോറിറ്റിയിലെ അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പരാതികൾ പരിശോധിക്കുന്നത് എപ്പോഴും പ്രായോഗികമല്ല. പരാതികളിലെ അന്വേഷണം, വിധി പറയൽ ഇങ്ങനെ രണ്ട് വിധത്തിൽ അതോറിറ്റി അംഗങ്ങൾക്ക് അധികാരം വിഭജിച്ചു നൽകണം. 110 വകുപ്പ് പ്രകാരമാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ 5 പേരാണ് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ ഉള്ളത്. ഡിസ്ട്രിക്ട് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയും രൂപീകരിക്കണം എന്ന് ഈ ആക്ടിൽ പറയുന്നുണ്ട്. പക്ഷേ എല്ലാ ജില്ലകൾക്കുമായി പ്രത്യേകം സമിതികൾ ഇതുവരെയായിട്ടും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്തെ നോർത്ത്, സൗത്ത് ജില്ലകൾക്ക് വേണ്ടി 2 അതോറിറ്റീസാണ് ജില്ലാതലത്തിൽ അല്ലെങ്കിൽ ജില്ലാ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്നത്. അതോറിറ്റിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2012 അതോറിറ്റി രൂപീകരിച്ച ശേഷം ലഭിച്ച 3602 പരാതികളിൽ 3261 തീർപ്പാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇപ്പോൾ കിട്ടിയൊരു പ്രധാന വാർത്തയിലേക്ക്. ജലന്ധർ ബിഷപ്പിനെതിരായ പീഡനക്കേസിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ വാദം പൊളിയുന്നു. കർദിനാളും കന്യാസ്ത്രീയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം ന്യൂസ് 18 കിട്ടി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഈ ടെലിഫോൺ സംഭാഷണത്തിലുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പീഡന വിവരം തന്നെ അറിയിച്ചിട്ടില്ല എന്നായിരുന്നല്ലോ കർദിനാളിന്റെ വാദം. രഞ്ജിത്ത്, കർദിനാളുടെ വാദങ്ങൾ പൂർണ്ണമായി പൊളിയുന്ന ഒരു ഓഡിയോ സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കർദിനാൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് പീഡന വിവരം തനിക്ക് അറിയില്ല, ചില കാര്യങ്ങൾ കന്യാസ്ത്രീ പറഞ്ഞിരുന്നു, എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പൂർണ്ണമായി പൊളിയുന്നതിനുള്ള ശക്തമായ തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തന്നോട് ഇക്കാര്യം പറഞ്ഞതായി പുറത്ത് പറയരുതെന്ന് പോലും കന്യാസ്ത്രീയോട് ഒരു ഘട്ടത്തിൽ ബിഷപ്പ് പറയുന്നു. ഒപ്പം താൻ ഈ കാര്യം അറിഞ്ഞതായി പോലീസിനോട് ഒരു സാഹചര്യത്തിലും സമ്മതിക്കില്ല എന്ന് പലവട്ടം പറയുന്നു. ഒപ്പം സീറോ മലബാർ സഭയിലേക്ക് മടങ്ങി വരണമെന്ന് കന്യാസ്ത്രീയോട് ആഹ്വാനം ചെയ്യുന്നു. കന്യാസ്ത്രീയും ഒപ്പം മറ്റ് കന്യാസ്ത്രീകളും അടക്കം സഭയിലേക്ക് തിരിച്ചു വരിക, ആദ്യം അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുക, അതിനുശേഷം സഭയിലേക്ക് തിരിച്ചു വന്നാൽ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ താൻ ചെയ്യാമെന്നും പറയുന്നു. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് വത്തിക്കാൻ പ്രതിനിധിയും മുംബൈ കർദിനാൾ അടക്കമുള്ളവരെ പോയി കാണണം, എന്നാൽ അപ്പോയിൻമെൻ്റ് എടുത്ത് നൽകാൻ തനിക്കാവില്ല, കാരണം താൻ അപ്പോയിൻമെൻ്റ് എടുത്ത് തന്നാൽ താൻ ഈ കേസിൽ ഇടപെട്ടതായി ആളുകൾ പുറത്തറിയും, അതുകൊണ്ട് എല്ലാം സ്വയം ചെയ്യുന്ന രീതിയിൽ വരുത്തി തീർത്ത് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ ഓഡിയോയിൽ പറയുന്നത്. രഞ്ജിത്ത്. അനീഷ്, ഈ കർദിനാൾ ഇന്നലെ നൽകിയ മൊഴി, അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹം പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നു. പീഡന വിവരവുമായി ബന്ധപ്പെട്ട് യാതൊരു സംഭാഷണവും തങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല. ഇപ്പോൾ ഈ ഓഡിയോ സംഭാഷണം പുറത്തു വരുമ്പോൾ ഈ കേസ് അന്വേഷണത്തിന്റെ മുന്നോട്ടുള്ള ഗതി അതിനെ എങ്ങനെ ബാധിക്കുമത്? ഈ കാര്യത്തിൽ കർദിനാൾ ഉന്നയിച്ച കാര്യങ്ങൾ എല്ലാം തെറ്റാണ് എന്ന് പൂർണ്ണമായും തെളിയുന്നു. ഒപ്പം സത്യം മറച്ചുവെക്കാൻ ഈ കർദിനാൾ ശ്രമിച്ചിരുന്നു എന്നും വ്യക്തമായി തന്നെ തെളിയിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ അന്വേഷണത്തിൽ ഒരുപക്ഷെ പീഡന വിവരം അറിഞ്ഞ ശേഷം അത് പുറത്തു പറയാത്ത രീതിയിലുള്ള ഗുരുതരമായ പിഴവുകൾ കർദിനാളിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇതിൻ്റെ പോംവഴികൾ, എന്ത് മുന്നോട്ട് ചെയ്യണമെന്ന് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പുറത്തേക്ക് പറയരുത് എന്ന് പോലും, അല്ലെങ്കിൽ ഈ
വിവിധ ഇടങ്ങളിൽ ബന്ധപ്പെടുമ്പോൾ തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയിച്ചിരുന്നതായി പുറത്ത് പറയരുതെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒപ്പം സഭയിൽ നിന്നും വിട്ടുവന്നാൽ സഹായം ചെയ്യാം, മറ്റു കന്യാസ്ത്രീകളോടൊപ്പം വേണമെങ്കിൽ ഒരു പ്രത്യേക സന്യാസ സമൂഹം തന്നെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഒപ്പം ജൂലൈയിൽ താൻ നൽകിയ പരാതിയെക്കുറിച്ചും കന്യാസ്ത്രീ ചോദിക്കുമ്പോൾ ഇപ്പോൾ കന്യാസ്ത്രീയും ബിഷപ്പുമായുള്ള ഓഡിയോ സംഭാഷണം അത് കേൾക്കാം. കാര്യങ്ങളെല്ലാം വഷളായിക്കൊണ്ടിരിക്കുക പിതാവേ. പോലീസ് കേസ് വരെ ചെന്നെത്തിയിട്ടുണ്ട്. ഇത് ഓൾറെഡി എന്നെ ജലന്ധറിൽ നിന്ന് വ്യാഴാഴ്ച ഒരു പോലീസ് വിളിച്ചിരുന്നു. പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു, സിസ്റ്റർ റാണിറ്റിനെതിരെ ഇവിടെ പരാതി കിട്ടിയിട്ടുണ്ട്. പീറ്റർ എന്ന് പറയുന്ന ഒരു അച്ഛനെ ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്തെന്നും പറഞ്ഞ് പിതാവ് പീറ്റർ എന്ന് പറഞ്ഞ ഒരു അച്ഛന് വന്ന് കേസ് വന്നിട്ടുണ്ട്, ഞാന് ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന്. അപ്പൊ എത്ര നാളായിട്ടാ? ഞാൻ പറഞ്ഞു ഞാനോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ പേര് ചോദിച്ചു, ജണ്ടാളമ്മയുടെ പേരെടുത്തു, അനുപമയുടെ പേരെടുത്തു, ഞങ്ങളുടെ 3 പേർക്കുടെയും പേര് പോലീസ് എടുത്തു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്നോട് ചോദിച്ചു എത്ര നാളായിട്ട്? ഞാൻ പറഞ്ഞു ഞാൻ കേരളത്തിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. എത്ര വർഷമായിട്ടാന്ന് ചോദിച്ചു. 5 വർഷമായിട്ടാന്ന് പറഞ്ഞു. ഈ ഇടയ്ക്ക് എന്തെങ്കിലും പഞ്ചാബി വന്നിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഈ പീറ്റർ എന്ന് പറഞ്ഞ അച്ഛനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഫോൺ പോലും വിളിച്ചിട്ടില്ല. ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുമോ മിണ്ടോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഇന്നിപ്പോ ജണ്ടാളമ്മയുടെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് എനിക്ക്. പിന്നെ കമ്മ്യൂണിറ്റിയിലെ വേറൊരു സിസ്റ്ററിന് ലെറ്റർ വന്നിട്ടുണ്ട്. പഞ്ചാബിന് വരണം, കമ്മ്യൂണിറ്റി മദറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഞങ്ങള് ഡിസൊബീഡിയൻസ് ആണ്, ഡിസിപ്ലിൻ ഇല്ല, അബ്യൂസ് ഓഫ് വേർഡ്സ് ഉപയോഗിച്ചു, അതൊക്കെ ചോദിക്കാനായിട്ട് ജലന്ധറിൽ 18-ാം തീയതി മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ മീറ്റിങ്ങിന് വരണമെന്നും പറഞ്ഞുകൊണ്ട് ജണ്ടാളമ്മയുടെ രജിസ്റ്റേർഡ് പോസ്റ്റ് ലെറ്റർ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളെല്ലാം വഷളായിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ പോയി പറയാനായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നില്ല പിതാവേ. എന്റെ ആങ്ങളെ ഇല്ല, അവിടെ അപ്പോയിന്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞു. പിതാവ് 8-ാം തീയതി പോവുകയാണ്, ഇറ്റലിക്ക് പോവുകയാണ്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ വാദം പൊളിയുന്നു. അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിലടക്കം അദ്ദേഹം പറഞ്ഞ പ്രധാന കാര്യം കന്യാസ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവും തന്നോട് പറഞ്ഞിട്ടില്ല, സഭയുമായി ബന്ധപ്പെട്ട സഭയിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങൾ, അത്തരം കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം മൊഴി നൽകിയത്. മാധ്യമങ്ങളോട് പറഞ്ഞത് അക്കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായും ന്യൂസ് 18 പുറത്തുവിടുന്നു കന്യാസ്ത്രീയും കർദിനാളുമായുള്ള ഫോൺ സംഭാഷണം, അതിൽ അവർ അനുഭവിക്കുന്ന പീഡന വിഷയങ്ങളടക്കം അവർ കൃത്യമായി കർദിനാളിന് കൈമാറുന്നതിന്റെ ഓഡിയോ സംഭാഷണമാണ് പുറത്തുവിടുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഞങ്ങളുടെ വരും ബുള്ളറ്റിനുകളിൽ ഉണ്ടാകും. 10 മണി വാർത്തയിൽ വിശദമായി തന്നെ ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ പ്രതിനിധി MS സനീഷ് കുമാറാണ് ഈ വാർത്തയുമായി ഒപ്പം നമ്മളോട് ചേർന്നത്. ഏതായാലും ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കാണാം. 10 മണിക്ക് വിശദമായ വാർത്തയും കാണാം. നമസ്കാരം.